ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പൊ ചെറിയ രീതിയിൽ ഒരു അടി നടക്കുന്നുണ്ടായിരുന്നു. പണിപ്പുരയിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഇന്ന് ബിഗ് ബോസ് പതിവില്ലാതെ 3 പേരോടും ലിവിംഗ് റൂമിലേക്ക് വന്ന് സാധനങ്ങൾ വെക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ബോംബിന്റെ ചിഹ്നമുള്ള സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും ഉണ്ട്. അതിനെപ്പറ്റി വഴിയെ പറയാമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പൊ അവിടെ അനീഷ് സ്ഥിരമായിട്ടിരിക്കുന്ന അനീഷിന്റേതായ ഒരു സ്പോട്ട് പുള്ളിക്കുണ്ട്. അത് സോഫയുടെ ഇങ്ങേ അറ്റത്താണ് ഉള്ളത്. അപ്പൊ ഇവര് ലിവിംഗ് റൂമിലേക്ക് വന്നതും അനീഷിന്റെ ആ ഒരു സ്പോട്ടിൽ കയറി നൂറ ഇരിക്കുന്നുണ്ട്. അതിലെ അപ്പുറത്തെ അറ്റത്ത് പോയി ഇരിപ്പുണ്ട്. ഇതിൽ കയറി പിടിച്ച അനീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ വന്നു കയറിയ ദിവസവും അനീഷ് ഇതിനെ ഈ കേസ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് പല സീസണിലും പലരും എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. രണ്ടുപേരും പ്ലാൻ ചെയ്ത് രണ്ടറ്റത്തിരിക്കുന്നു, ഇത് ശരിയല്ല, എന്നെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ബിഗ് ബോസ് ഒരു തവണ പറഞ്ഞു അനീഷ് ഇരിക്കുക എന്ന്. അനീഷ് എന്നിട്ടും ഇരിക്കുന്നില്ല. അവിടെ നിന്ന് വഴക്കുണ്ടാക്കാനായിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ബിഗ് ബോസ് പറഞ്ഞ കാര്യം അനീഷ് കേട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇവിടെ ആർക്കും സ്വന്തമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇല്ല, അനീഷ് ഇരിക്കുമെന്ന്. അത് പറഞ്ഞതും അനീഷ് അവിടെ പോയി ഷാനവാസിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ഇതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം, അനീഷ് ഒരു മികച്ച ഗെയിമറാണ്. നല്ല രീതിയിൽ ഗെയിമിനെ കയ്യിൽ കൊണ്ടിട്ട് അമ്മാനമാടാൻ കഴിവുള്ള ഒരു മൈൻഡ് ഗെയിമറാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നം ഒക്കെ ഉണ്ടാക്കി ആ രീതിയിൽ പുള്ളിയുടെ ഒരു ഗെയിമിന്റെ ഒരു ഇതിനെയാണ്, വാല്യൂ ആണ് കളയുന്നത്. ഒരു ഗെയിമിനെയാണ് ബാധിക്കുന്നത്. അവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു സോഫ തന്നെയാണ്. അവിടെ അനീഷിന് റിക്ലൈനറും കാര്യങ്ങളൊന്നും ഇല്ല. ഒരറ്റത്ത് പോയി സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്ന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. വേറൊരു സ്ഥലത്ത് ഇരുന്ന് പ്രശ്നം തീർന്നു. അടുത്തടുത്താണ് എല്ലാവരും ഇരിക്കുന്നത്. അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെയൊന്നും ഇല്ല. അവിടെ ഒരറ്റത്ത് മാത്രമേ ഇരിക്കൂ എന്നൊരു നിർബന്ധം പിടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ആ ഒരു കാര്യത്തെ ഇന്ന് പൊളിച്ചു വിടുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ പൊളിച്ചു വിടുന്നുണ്ട്.